അവളെ വേദനിപ്പിക്കുകയും ചെയ്യരുത്. എനിക്ക് ബൈക്കും വേണം. ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ അവളെയും കൂട്ടി കൊച്ചിക്ക് പോകാൻ തീരുമാനിച്ചു. പ്രശ്നം തീർന്നില്ലേ? അത് ശരിയാണല്ലോടെ മണ്ട, നിനക്കത് ആദ്യം അവളോട് പറഞ്ഞുകൂടായിരുന്നു. വെറുതെ ആ പാവത്തിനെ കാര്യിച്ചാൽ എന്തിനാ? അതിനിപ്പോൾ എന്താ, ഇപ്പം പറഞ്ഞാൽ പോനെ. ഹലോ. ഹലോ. എടി, നമുക്ക് ഒരുമിച്ച് കൊച്ചിക്ക് പോയാലോ? എന്തിന്? ഇത്ര പെട്ടെന്ന് മറന്നോ? വണ്ടി തിരിച്ചു പിടിക്കാനേ. നേരത്തെ പറഞ്ഞില്ലേ? വീട്ടിൽ ഞാൻ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണെന്നോ അല്ലെ വല്ല ക്യാമ്പാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളാം. അതിനകത്ത് ഞാൻ ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞതാ. എന്തൊക്കെ പിന്നെ, ഫുഡൊക്കെ കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. പട്ടിക്ക് കൊടുക്കാൻ വെച്ചേക്കാ. മോളെ, ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചാന്ന് മനസ്സിലായിട്ടും വെറുതെ കളിയാക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞേ? ശരി, ഞാൻ കളിയായി. ഓ മതി. എന്നാ പറ, കഴിച്ചോ? ഈ ഫുഡ് ചോദിക്കുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്? ഞാൻ കഴിച്ചു. ഇല്ല, എനിക്ക് വിശപ്പില്ല. വിശപ്പില്ലാത്തതുകൊണ്ട്. അത് മനസ്സിലായി. എന്താ ഈശ്വര ഇതിനൊക്കെ പറയാ? എടി, എനിക്ക് വിശക്കണില്ല, അത്രേ ഉള്ളൂ. എന്നാ കുഴപ്പമില്ല. വേറെ ഇപ്പം എന്താ, പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ക്ഷീണമുണ്ട്. ഞാൻ രാവിലെ വിളിച്ചാൽ മതിയോ? ഇവിടെ കുറച്ചു നേരം സംസാരിക്കേ. അല്ലെങ്കിൽ നീ വിളിച്ച വെക്കില്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ പോയോ? അയ്യോ, അതൊന്നുമല്ല. ഇന്ന് കുറെ സംസാരിച്ചല്ലേ നമ്മള്. ഇന്ന് കുറെ അടി ഉണ്ടാക്കിന്നല്ലാണ്ട് എന്ത് സംസാരിച്ചു എന്നാ? എങ്ങനെയാണെങ്കിലും സംസാരിച്ചില്ലേ? വെറുതെ നീ കിടന്ന് ചൂടാവും. എനിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വേണ്ടടാ, എനിക്ക് മനസ്സിലായി. രാവിലെ നേരിട്ട് കാണാം. ഇപ്പം മുമ്പ് വല്ലതും കഴിച്ച് കിടക്ക്. എടി, കുഴപ്പമില്ലെന്ന്. വേണ്ടടാ. എന്നാ രാവിലെ കാണാം. ഇപ്പൊ ഒരു ഉമ്മതാ, എന്നിട്ട് പോവാം. ശരി, രാവിലെ കാണാം. അപ്പൊ എനിക്കില്ലേ? അയ്യോ, അത് മറന്നു. എന്താ മോളെ, ഉറങ്ങിയില്ലേ? ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാനാരോ സ്കൂൾ വാദ്യാരോ? നീ എന്തിനാ നേരത്തെ വിളിച്ചേ? എന്താ, ഞാൻ നമ്മളെ കൊച്ചിക്ക് പോണ കാര്യം പറയാനല്ലേ ഞാൻ വിളിച്ചേ. ഞാന് അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? ശരിക്കും പൊട്ടൻ തന്നെ. അതൊക്കെ ഞാൻ അറിഞ്ഞു മോനെ. നമ്മള് കൊച്ചിക്ക് പോണ കാര്യല്ലേ? എന്റെ പൊന്നു, നീ ഒരു സംഭവം തന്നെ. നിന്നെ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്ക്. സമ്മതിച്ചു. എന്നാലിത് എങ്ങനെയാടി? നീ വല്ല മാജിക്കും പഠിച്ചല്ലോ? മതി മതി. എന്ത് പറ്റി? ഞാൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞു തുടങ്ങി. ഞാൻ നീ അവിടെ വരെ പോകും നോക്കിയതാ. ഓ, അപ്പൊ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, അല്ല, ഇല്ലാത്ത പോലെ കാണിക്കാണ് അല്ലേ? എനിക്ക് അച്ഛനമ്മൊന്നുമില്ലല്ലോടി. ആകെയുള്ളതൊരു വെറുപ്പീര് ചേണ. അതിനെ കൊണ്ട് ഉപദ്രവല്ലാണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നിന്നോട് വഴക്കണമെന്ന് ചളിയടിക്കുന്നത് മാത്രമേ ഉള്ളൂ എനിക്കൊരു സന്തോഷം. അയ്യോടെ പൊന്നു, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കിത് മാത്രമുള്ളൂടാ സന്തോഷം. അതുകൊണ്ടല്ലേ നിന്റെ ചീഞ്ഞ ചളിക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ ഞാൻ നിന്നെ പോലെ എപ്പോഴും ചളിയടിച്ചിരിക്കോ? അങ്ങനാണല്ലേ? അയ്യോ, വെറുതെ പറഞ്ഞതാടാ. എനിക്കും വേറെ ആരെയും വേണ്ട. നിന്നെ കഴിഞ്ഞുള്ളൂ മറ്റാരും. നീ ഇല്ലാതെ പറ്റില്ലടാ. എനിക്കും അങ്ങനെ ആടി. അയ്യോ, എനിക്ക് കാണാൻ തോന്നുന്നു. ഇപ്പോഴോ? ഞാൻ ഇപ്പൊ വരട്ടെ? ഞാൻ രാവിലെ വരാം. എന്നാ വാ. ശരി. നിക്ക്. എന്തേ? എങ്ങനെ വരും? പണ്ടാരം വണ്ടിയില്ല, നാശം പിടിക്കാൻ. അവനെൻ്റെ കയ്യിൽ കിട്ടിയ. നീയേ നാളെ തന്നെ നമ്മോട് പറഞ്ഞോ. ക്യാമ്പോ ചാമ്പോ എന്ത് വേണേലും പറഞ്ഞോ. ഈ മണ്ട നമ്മൾ പോവും. അയ്യോ, അത് മറ്റന്നാളല്ലേ? അതെ, പറഞ്ഞ് സെറ്റാക്ക്.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൈസക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ അമ്മോട് പറയും. ശരി. ഇനി മനുവിൻ്റെ താവളങ്ങ് കൊച്ചിയിൽ. അപ്പം മീനാക്ഷിയോ? മീനാക്ഷിയോ? അതാരാ? ഞാൻ. ഓ നീ. എന്നാ ഇനി മനുവിൻ്റെയും മീനുവിൻ്റെയും താവളം അങ്ങ് കൊച്ചിയിൽ. അപ്പം എങ്ങനെ ഗൈസ്, പോവല്ലേ കൊച്ചിക്ക്? ഞങ്ങൾ റെഡി. നിങ്ങളോ?